സുരേന്ദ്രൻ പറഞ്ഞത് ഒരു മുതിർന്ന CPM നേതാവ് BJP-യിലേക്ക് പോകാൻ നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടാണ്ട് പോയി നിങ്ങൾ എന്റെ പേരും കൊണ്ട് കളിക്കാൻ കുറെ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ. സുധാരൻ പോകുന്നു. ഞാനല്ല പോകുന്നത്, EP ജയരാജനാണ്. EP ജയരാജന്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനോ ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് ആരാ CPM ഇവരെ BJP-കാരെ എന്നെ വിമർശിക്കുന്നവരാരാ? ഗോവിന്ദ മാഷുണ്ടോ? ഗോവിന്ദ മാഷ് അടുത്ത ദിവസം എല്ലാം ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ? 6 മാസമായിട്ട് പുള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. EP 6 മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും BJP-യിലേക്ക് പോകുന്നു? ഞാനെന്ത് പഴിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്നു പറയുന്നതിന്റെ പൊരുള്? ആരെ ചർച്ച? ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. ഈ തൃശ്ശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു എന്ന് പറയുന്നത് അതുണ്ടാകാം. പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച നടന്നത്. ഗൾഫിലാണ്. അത് പിന്നീട് പറയാം. അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തും അങ്ങ് പോയില്ല. നിങ്ങൾ പോയാൽ പിന്നെ വരില്ല. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് ശരിയല്ല.